ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെന്താ ചോദിക്കാൻ വന്നേ? അമ്മേ, നമുക്ക് ആശ്രമത്തിൽ വരെ ഒന്ന് പോയാലോ? ഏത് ആശ്രമത്തില്? എന്നെ ദത്തെടുത്ത ആശ്രമത്തില്. അവിടെ പോയി ചോദിച്ചാ അവർക്കറിയായിരിക്കുമല്ലോ എന്റെ അച്ഛൻ ആരാന്ന്. മോളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് ആ സ്വാമിജി പറഞ്ഞില്ല. ഇനി നമ്മൾ എത്ര ചോദിച്ചാലും അദ്ദേഹം അത് പറയുമെന്നും തോന്നുന്നില്ല. ഇല്ല, അങ്കിൾ എന്നോട് പിന്നെയും കള്ളം പറയുവാ. ഞാൻ ഇനി അങ്കിളിനോട് മിണ്ടത്തില്ല. മോളെ ചിപ്പി, ഒന്ന് അവിടെ നിക്കേ. മോളെ, അങ്കിള് പറഞ്ഞ സത്യ. മോളെ, ചിപ്പിമൊക്കെ ആകെ വിഷമമായല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ സാറേ? സച്ചിയെ വിളിക്ക്. എന്തിനാ സാറേ, എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് പറയുന്നത് നിങ്ങൾ വിളിക്കില്ലേ? അതിന് വിളിക്കാൻ വേണ്ടി അവനിവിടെ ഇല്ല സാറേ, ഓട്ടം പോയിരിക്കുക. കാര്യം എന്താണെന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ സാറേ? CI രാജീവ് സാറിനെ കൊല്ലാൻ ശ്രമിച്ച കേസില് അവൻ എന്തെങ്കിലും പങ്കുണ്ടോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്റെ പൊന്നു സാറേ, അവൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. അവനൊരു പാവമാ. പാവമാണോ അല്ലേന്നൊക്കെ ചോദ്യം ചെയ്തു കഴിയുമ്പോ പറയാം. മര്യാദയ്ക്ക് വന്ന SP സാന്ദ്ര തോമസ് മാഡത്തിനെ കാണാൻ പറയണം. രാജീവ് സാറിന്റെ കേസിന്റെ അന്വേഷണ ചുമതല ഇപ്പൊ മാഡത്തിനാണ്. രാജീവ് സാറിനോട് അവന് വിരോധമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സച്ചേട്ടൻ അങ്ങനെ ആരോടും വിരോധമൊന്നുമില്ല. അന്ന് സച്ചേട്ടനെ രാജീവ് സാറ് കള്ളക്കേസിൽ കുടിക്കതല്ലേ, അതിന് ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കും. സാർ അവളെ നോക്കി പേടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് സച്ചേട്ടൻ അയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും ഞങ്ങളുടെ ഉള്ളിലെ വേദന തന്നെയാണ് സാറേ. ഓ, അത് ശരി. അപ്പൊ എല്ലാവർക്കും രാജീവ് സാറിനോട് വൈരാഗ്യം ഉണ്ടല്ലേ? അവന് മാത്രമല്ല, നിങ്ങൾ എല്ലാത്തിനെയും ചോദ്യം ചെയ്യേണ്ടി വരും. സാറ് ഞങ്ങൾ ആരെ വേണേ ചോദ്യം ചെയ്തോ, പക്ഷെ അവൻ ഇത് ചെയ്തിട്ടില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പാ. അതൊക്കെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. മര്യാദയ്ക്ക് നാളെ വന്ന് മാഡത്തിനെ കാണാൻ പറയണം. ഇനിയും ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തരുത്, മനസ്സിലായോ? ശരി സാർ, ഞാനിപ്പോ തന്നെ സച്ചിനെ വിളിച്ചു പറയാം. ശരി, പാടോ. എന്റെ ഈശ്വര, അവനെ എങ്ങനെ ഇനി വഴി കണ്ടിട്ട് അവര് പിടിച്ചോണ്ട് പോവോ? അന്നാ രാജീവ് എന്റെ കുഞ്ഞിനെ ഒരുപാട് ഉപദ്രവിച്ചതാ. മോനെ, എടാ സച്ചി ഒന്ന് വിളിച്ച് പറയടാ. സച്ചേട്ടനോട് മാത്രം പറഞ്ഞാ പോരാ, അനൂപേട്ടനോടും കൂടി ഒന്ന് സൂക്ഷിക്കാൻ പറയണം. അനൂപേട്ടനല്ലേ അന്ന് അയാൾക്ക് പണി കൊടുത്തത്. ചിലപ്പോ അവരന്വേഷിച്ച് ആ വഴിക്ക് വന്നാലോ. എന്റെ ദൈവമേ,
ഓരോന്ന് കഴിയുമ്പോഴേക്കും അടുത്തത് വന്നോണ്ടിരിക്കും. ഇതിനൊരു അവസാനമില്ലേ? അമ്മ ഇങ്ങനെ കരയാതെ. ഇത് സച്ചേണ്ണാണ് ചെയ്തതെന്ന് അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. സംശയത്തിന്റെ പേരിൽ വിളിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. മതിയല്ലോ. സംശയത്തിന്റെ പേരിൽ ഇതുപോലെ വിളിപ്പിച്ചിട്ടുള്ള പലരും എല്ലൊടിഞ്ഞിട്ടാ തിരിച്ചു വന്നിട്ടുള്ളത്. എന്റെ ഈശ്വര, ആലോചിച്ചിട്ടാണ് ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. എന്തൊരു വിധിയ. നിങ്ങളങ്ങോട്ട് ചെന്ന് സമാധാനിപ്പിക്കാൻ. ഇല്ലെങ്കിൽ ഇത് മതി കരഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ. വാ. അമ്മേ, എന്താ മോളെ, അമ്മയോടുള്ള പിണക്കൊക്കെ മാറിയോ? അതിന് ഞാൻ അമ്മയോട് പിണങ്ങിയില്ലല്ലോ. ആര് പറഞ്ഞു പിണങ്ങിയില്ലാന്ന്? അമ്മയോട് മിണ്ടാതിരുന്നു, അമ്മ തന്ന ഫുഡ് കഴിച്ചില്ല. അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായിട്ടോ. സാരമില്ല, ഇപ്പെല്ലാം മാറിയല്ലോ. മോളെന്താ ചോദിക്കാൻ വന്നേ? അമ്മേ, നമുക്ക് ആശ്രമത്തിൽ വരെ ഒന്ന് പോയാലോ? ഏത് ആശ്രമത്തില്? എന്നെ ദത്തെടുത്ത ആശ്രമത്തില്. അവിടെ പോയി ചോദിച്ചാ അവർക്കറിയായിരിക്കുമല്ലോ എന്റെ അച്ഛനാരാന്ന്. ആരാണ് എന്നെ അവിടെ കൊണ്ടു കൊടുത്തതെന്ന് സ്വാമിജിക്ക് അറിയായിരിക്കുമല്ലോ. മോക്ക് അമ്മയുടെ സ്നേഹം പോരാൻ തോന്നുന്നുണ്ടോ? അതുകൊണ്ടല്ല, ഒന്ന് അറിയാൻ വേണ്ടി മാത്ര. പിന്നെ ഒരിക്കലും ഞാൻ അച്ഛനെ കുറിച്ച് ചോദിക്കില്ല. ഇത്തവണ മാത്രം പ്ലീസ് അമ്മേ. പോകാം, പക്ഷേ ഒരു കാര്യം മോളമ്മയ്ക്ക് വാക്ക് തരണം. ഒരു തവണ ആശ്രമത്തിൽ പോയി ഇക്കാര്യം സംസാരിച്ചു കഴിഞ്ഞ് വന്നാ പിന്നെ മോൾ അമ്മയോട് ഒരിക്കലും ഇത് ചോദിക്കരുത്. അമ്മയ്ക്ക് മോള് പ്രോമിസ് തരണം. അങ്ങനെയാണെങ്കിൽ അമ്മ ആശ്രമത്തിൽ കൊണ്ടുപോവാം. പ്രോമിസ്. അമ്മയ്ക്ക് മോള് മാത്രമേ ഉള്ളൂ. മോള് പോയി റെഡിയാവ്, നമുക്കിപ്പൊ തന്നെ പോവാം. ഇപ്പൊ തന്നെയോ? മോൾ അമ്മയോട് ഒരു കാര്യം പറഞ്ഞ അമ്മ അത് മാറ്റി വെക്കില്ല എന്ന് മോക്കറിയില്ലേ? ചെന്ന് റെഡിയാവ്. താങ്ക് യു അമ്മേ.